നമ്മുടെ യൂത്തിനെ എപ്പോഴും ഒരു ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നമാണ് മുഖക്കുരു എന്ന് പറയുന്നത്. എന്താണ് പിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഖക്കുരു, അത് ആക്നി വൾഗാരിസ് എന്ന് പറയുന്നത്. ചിലവർ എണ്ണ തേച്ചിട്ട് വരും മുഖത്ത് പിമ്പിൾ വന്ന എണ്ണ. ഞാൻ പറയും, എണ്ണ എന്തിനാ ഉപയോഗിക്കുന്നത്? നമ്മുടെ യൂത്തിനെ എപ്പോഴും ഒരു ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രശ്നമാണ് മുഖക്കുരു എന്ന് പറയുന്നത്. അതൊരു കൗമാരപ്രായത്തിൻ്റെ പ്രശ്നമായിട്ട് വീട്ടുകാർ പറയും. അപ്പോൾ അധിക പേര് വന്ന് പറയും, എനിക്ക് മുഖത്ത് കുറേ കുരുകുരുകൾ വരുന്നുണ്ട്. അപ്പം വീട്ടുകാർക്കിങ്ങനെ പറയും, ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇത് പ്രായത്തിൻ്റെതാണ്, അവന് മനസ്സിലാകുന്നില്ല, ആ രീതിയിൽ സാറൊന്ന് പറഞ്ഞു കൊടുക്കണം എന്നുള്ള രീതിയിലാണ്. അതിന് രണ്ടർത്ഥമുണ്ട്. പണ്ട് അതിന് മുഖക്കുരു എന്ന് പറയുന്ന രീതിയിൽ ആൾക്കാർക്ക് പാരമ്പര്യമായിട്ട് കുറച്ച് കൂടുതൽ ഓയിലി ആയതിൻ്റെ ഭാഗമായിട്ട് ഇൻഫ്ലമേഷൻ കൂടുന്നവർക്കും ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ വരാറുണ്ട്. അപ്പം നമ്മൾ തന്നെ ആ സമയത്ത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഈ ഒരു സമയമാകുമ്പോൾ കുറേ അതിൻ്റെ പാടുകളായിട്ട് മുഖത്തുള്ളവരുണ്ട്. പക്ഷേ അതൊക്കെ അന്ധകാലം എന്ന് പറഞ്ഞ പോലെ, കാരണം അവർ ആ ഒരു സമയത്ത് വളരെ ബുദ്ധിമുട്ടുന്ന രണ്ട് അറ്റം കൂട്ടിമുട്ടുന്ന കുട്ടിക്കാൻ പറ്റുന്ന അവസ്ഥയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ ഇപ്പം അവർ കഷ്ടപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് മക്കളൊക്കെ ഐശ്വര്യത്തിൻ്റെ ഭാരമല്ല ഉള്ളത്. പൊതുവെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ പിന്നെ ഈ മുഖക്കുരു അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അവർക്ക് വലിയ ബുദ്ധിമുട്ടായി മാറും. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരമുള്ള ഫുഡ് സ്റ്റൈല്, ഫുഡ് ഹാബിറ്റ്സ് അല്ല. ഒരു അമേരിക്കൻ ഡയറ്റിലേക്ക് ബർഗേഴ്സ്, ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കും. ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആയിട്ട് ബ്ലഡിൽ പെട്ടെന്ന് ഗ്ലൂക്കോസ് കൂടുമ്പോൾ ഇൻസുലിൻ കൂടും. ഇൻസുലിൻ പൊതുവെ നമ്മുടെ ഓയിൽ ഗ്ലാൻഡിന് ഓയിലിന് ഉണ്ടാക്കുകയും പിമ്പിൾ ഉണ്ടാക്കുകയും ചെയ്യും. എൻ്റെ ഒരു സുഹൃത്തിന് ചെയ്ത ഒരു പഠനം, അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ഡെർമറ്റോളജി ജേണലിൽ വന്ന ഒരു പഠനമാണിത്. അതായത് മുഖക്കുരുള്ളവരിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഇൻസുലിൻ്റെ അളവ് കൂടുതലാണെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ്, അമേരിക്കൻ ഡയറ്റ്, ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഫുഡുകൾ പിമ്പിൾ കൂട്ടും എന്ന അർത്ഥത്തിൽ പണ്ട് ഉള്ള ഫുഡ് ഹാബിറ്റല്ല, ഇപ്പോൾ ഫുഡ് ഹാബിറ്റൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കൂടുതലായി ആൾക്കാരിൽ പിമ്പിൾസ് കൂടുതലായിട്ട് വരുന്നതുകൊണ്ട് സ്ട്രെസ് ലെവൽ എല്ലാം തന്നെ കൂടുതലിൻ്റെ ഭാഗമായിട്ട്. മൂന്നാമത്തെ വിഷയം, പണ്ട് ഇൻസ്റ്റ ഇല്ല, യൂട്യൂബില്ല, ഫേസ്ബുക്കില്ല. ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു പിമ്പിൾ വന്നാൽ തന്നെ 2-3 ദിവസം റീൽ ഇടാൻ കഴിയില്ല, ഒരാഴ്ച റീൽ ഔട്ട് ചെയ്യാൻ കഴിയുന്നില്ല. ആ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ കുറേ ഉണ്ട്. അപ്പോൾ നമ്മൾ പാരൻസ് പറയുമ്പോൾ അതിനെ സില്ലിയായി കാണുന്നതിന് പകരം അതിനൊരു സീരിയസ് ആയിട്ട് കാണുന്നത്, അതായത് അവരത്രയും കൺസേൺ ആയിട്ടാണ് കുട്ടികൾ പറയുന്നുണ്ടാവാൻ. അല്ലെങ്കിൽ ആ യൂത്ത് കൗമാരത്തിൻ്റെ സമയത്ത് ഇതിങ്ങനെ വന്നിട്ട്, കാരണം ഒരാൾക്കും മുഖത്ത് അവിടെ ഇവിടെയും കുരുക്കൾ വന്ന് വേദന വന്ന് ഒരു ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലാണ് ഉണ്ടാവാൻ. അപ്പോൾ ആ ഒരർത്ഥത്തിൽ അതിനെ ട്രീറ്റ് ചെയ്യാവുന്നതാണ്, കൺട്രോൾ ചെയ്യാവുന്നതാണ്. ഒന്നും ട്രീറ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ പിന്നെ വെറുതെ അതിനെക്കുറിച്ച് ഭീതിപ്പെടുത്തുന്ന രീതിയിലൊന്നും പറയേണ്ടിയില്ല. പക്ഷേ നമ്മൾക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്ത് കൊടുക്കാവുന്ന കാര്യം വെറുതെ അതിനെ മൈൻഡ് ചെയ്യാത്തതിൻ്റെ പേരിൽ. കാരണം പിമ്പിൾ ആ സമയത്ത് ഉണ്ടാകുന്ന ഒരു പൂത്തിൽ തന്നെ നിൽക്കുന്നത് മാത്രമല്ല, അത് പോകുമ്പോൾ അവിടെ കുഴികൾ അല്ലെങ്കിൽ പാടുകൾ അത് പെർമനൻ്റ് ആയിട്ട് ഉണ്ടാവുകയും ചെയ്യും. കാരണം പിമ്പിൾ ഞാൻ പറയുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രായത്തിൻ്റെ എന്ന് പറയും, ഒരു പ്രായം അറിയിച്ച് തുടങ്ങിയിട്ട് ഒരു 12 വയസ്സ് 10 വയസ്സ് തുടങ്ങിയിട്ട് 25-30 വയസ്സ് വരെ നീണ്ടു നിൽക്കാം. ഒരു വലിയൊരു കാലയളവാണ്. അതെല്ലാവർക്കും നിൽക്കണം എന്നില്ല, പക്ഷെ അങ്ങനെ ഇടയ്ക്ക് വന്നു പോകുന്നതിൻ്റെ കാരണം ഇതുകൊണ്ടാണ്. ഹോർമോണിൽ ഒരു ബാലൻസ് വരുന്നൊരു സമയം വരെ ഇത് ഉണ്ടാകാമെന്ന അർത്ഥമാണ്. ചിലവരിൽ ആ ഒരു സമയത്ത് കുറച്ചുകൂടി ഒന്ന് കൺട്രോളായി വരുന്നു, ചിലർക്ക് അന്നേരമൊന്നും ഇല്ലാണ്ട് കുറച്ച് കാലം കഴിയുമ്പോൾ ഒരു ഫുഡ് സ്ട്രെസ് ലെവൽ കൂടുന്നതിൻ്റെ ഭാഗമായിട്ടോ ജോബിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഫുഡ് ഹാബിറ്റ് മാറിയതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അത് ഫ്ലെയർ ആകുന്നുണ്ട്. അപ്പോൾ എന്നിരുന്നാലും ഈ ഒരു പ്രായത്തിൽ അത് ഉണ്ടായി പിന്നെ അത് റെഡിയാവുന്നതാണ്. പക്ഷെ ആ ഒരു സമയത്ത് ശ്രദ്ധിക്കാത്തതിൻ്റെ പേരിലുള്ള കുണ്ടുകളും കുഴികളും പാടുകൾ കഷ്ടപ്പാടായിട്ട് കാലാകാലം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഇത് ട്രീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൽ എന്താണ് പിമ്പിൾ, ഞാനൊരു മുമ്പത്തെ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കമൻറ്റ്സ് വന്നാൽ എല്ലാം കൂടി ഒരു വീഡിയോയിൽ പറയാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പിമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുഖക്കുരു, അത് ആക്നി വൾഗാരിസ് എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിൽ എണ്ണഗ്രന്ഥികളുണ്ട്. രോമത്തിന് ചുറ്റുമായിട്ട് തന്നെ തൊട്ടടുത്ത് അതിൽ തന്നെ രോമക്കുഴിയിലേക്ക് ഓപ്പൺ ആകുന്ന രീതിയിൽ ഓയിൽ ഗ്ലാൻഡ് ഉണ്ട്, സെബേഷ്യസ് ഗ്ലാൻഡ് ഉണ്ട്. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പർ ചെസ്റ്റ്, ഫേസ്, തല, അപ്പർ ബാക്ക്, ഈ ഒരു ഭാഗത്താണ് കൂടുതലായിട്ട് ഓയിൽ ഗ്ലാൻഡ് ഉള്ളത്. എല്ലാ ഭാഗത്തും ഉണ്ടെങ്കിലും ഈ ഒരു ഭാഗത്താണ് കൂടുതലായിട്ടുണ്ടാകും. അതാണ് ചില പേഷ്യൻസ് അറിയാൻ ബാക്കി എല്ലാ സ്ഥലത്തും ഡ്രൈ ആണ്, പക്ഷേ മുഖം ഈ ഭാഗത്തൊക്കെ ഓയിലി ആയിട്ട് പിമ്പിൾ വരുന്നതെന്ന് പറയുന്നത്. കാരണം ഈ ഒരു ഭാഗത്താണ് കൂടുതലായിട്ട് ഓയിൽ ഗ്ലാൻഡ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് ഓയിൽ ഗ്ലാൻഡ്
ഓയിൽ ഉണ്ടാക്കി രോമക്കുയിലേക്ക് പോയി പുറത്തേക്ക് വന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ആ മുഖത്തൊരു ഓയിലി ലുക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് തലയിൽ താരൻ വരുന്നത്. ചിലവർ വന്ന് പറയും താരൻ ഇറങ്ങിയിട്ടാണ് മൂക്കൊരു വന്നത്. അപ്പോൾ ചില ഡോക്ടേഴ്സ് തന്നെ ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഉള്ള രീതിയിൽ താരൻ ആ രീതിയിൽ പറയുന്നതാണ്. ഒരു സമയം ചിലപ്പോൾ കിട്ടിക്കൊള്ളണമെന്നില്ല, പെട്ടെന്ന് പറയുമ്പോൾ ആ താരനും ഇത് ഒന്നിച്ച് തന്നെയാണെന്ന് പറയുന്നത്. ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിലിൽ വന്ന് സ്കിന്നിൻ്റെ സർഫസിൽ വന്ന് ആ ഓയിലിൽ വന്ന ഭാഗത്ത് ഓയിൽ ഭക്ഷിക്കാൻ വരുന്ന ഫംഗസിൻ്റെ ഇറിറ്റേഷനാണ്. അത് ഓയിലിനെ സ്പ്ലിറ്റ് ചെയ്ത് ട്രൈഗ്ലിസറൈഡൊക്കെ ആക്കുമ്പോൾ അതിനോട് ഇറിറ്റേഷനാണ്, അതിൻ്റെ ഫംഗസിൻ്റെ മറ്റ് പ്രോട്ടീൻസും അതൊക്കെ വന്ന് ബോഡി ഇറിറ്റേറ്റ് ചെയ്യുന്നതാണ് താരൻ എന്ന് പറയുന്ന പൊട്ട കെട്ടിയിട്ട് പൊടി പൊടിയായിട്ട് മാറുന്നത്. അതൊരു മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും ഈ ഒരു ഏരിയയിൽ തന്നെയാണ് വരാൻ. മുടിയുള്ള ഭാഗങ്ങൾ ഈ ഒരു ഭാഗത്ത് തന്നെയാണ് കൂടുതലായിട്ട് ഉണ്ടാവാൻ. അപ്പോൾ അത് ഈ ഓയിൽ പുറത്തേക്ക് വന്ന് ഫംഗസ് വന്നിട്ട് ഇറിറ്റേഷനാണ്. ഈ പിമ്പിൾ എന്ന് പറയുന്നത് ഈ ഓയിൽ ഗ്ലാൻഡ് രോമക്കുയിലേക്ക് വന്ന് ആ ഓയിൽ അവിടെ ബ്ലോക്കായി കിടന്നതിനാൽ, എന്തെങ്കിലും കാരണം ബ്ലോക്കായി കിടന്നതിനാൽ, അതൊന്നെങ്കിൽ ഇത് ഓയിൽ തന്നെ അവിടെ സ്കിന്നിൻ്റെ സർഫസിലുള്ള ഡെഡ് ടിഷ്യൂസ് വന്നിട്ടാവാം, അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്ട്സ് ഉപയോഗിച്ചിട്ടാണ്. ചിലവർ പറയും കല്യാണത്തിൻ്റെ സമയത്ത് കുറേ മേക്കപ്പ് മറ്റേത് ഉപയോഗിച്ചിട്ട് പിമ്പിൾ കൂടി, മാസ്ക് ഉപയോഗിച്ചിട്ട് കൂട്ടി, അങ്ങനെ പുറമേ നിന്നുള്ള വസ്തുക്കൾ കൊണ്ട് അത് ബ്ലോക്കായി കിടന്നതിനാലും പിമ്പിൾ വരാം. അതുപോലെ നിങ്ങൾ പ്രൊഡക്ട്സ് നോക്കിക്കഴിഞ്ഞാൽ നോൺ കൊമഡോജനിക് മോയ്സ്ചറൈസർ ആ രീതിയിൽ, കൊമഡോജൻ എന്ന് പറഞ്ഞാൽ കൊമഡോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് വരുന്ന ആ ബ്ലോക്ക് ആകുന്ന ചിലപ്പോൾ തെരുതെരി പോലെയായിട്ട് ഫീൽ ചെയ്യും. ഈ നെറ്റി ടീസ് കൊണ്ടറിയും, നെറ്റി കവിൾ ഈ ഭാഗത്താണ് കൂടുതലായിട്ട് ഉണ്ടാവാൻ. ഈ ഒരു ഏരിയയിൽ തെരുതെരിയായിട്ട് വരുന്ന ആ ഒരു ഇതാണ് മൈക്രോ കൊമഡോൺ. പിമ്പിളിൻ്റെ ഫസ്റ്റ് വരുന്നൊരു ഐറ്റമാണ് മൈക്രോ കൊമഡോൺ. അതിന് താഴെ ആ ഓയിൽ അവിടെ പിന്നെ പുറത്ത് പോകാതെ അവിടെ തിങ്ങിക്കിടുമ്പോൾ കെട്ടിയെടുക്കുന്നത് പെട്ടെന്ന് കേടാന്ന് പറഞ്ഞ പോലെ അവിടെ പിന്നെ ബാക്ടീരിയൽ ഗ്രോത്ത് വരും. പ്രൊപ്പീനോ ബാക്ടീരിയം ആക്നി എന്ന് മുമ്പ് പറഞ്ഞിരുന്ന ആ ഒരു ആക്നി അവിടെ വന്ന് അതവിടെ ഓയിലിൽ പ്രൊലിഫറേറ്റ് ചെയ്ത് അവിടെ പിന്നെ അതിൻ്റെ ബാക്ടീരിയ ഒക്കെ വന്നതിന് പിന്നെ ബോഡി അതിനെ നശിപ്പിക്കാൻ വേണ്ടി ഇൻഫ്ലമേഷൻ വരും. അതിന് ഓയിലിന് എതിരെ തന്നെ ബോഡി ഇറിറ്റേറ്റ് ചെയ്യും. അതങ്ങനെ ഒരു ഇൻഫ്ലെയിംഡ് ചുവന്ന നിറത്തിൽ പാടുകൾ വരും. അത് പിന്നെ ഗ്രേഡ് 1 ഗ്രേഡ് 2 എന്നുള്ള ആക്നി എന്ന് പറയും. അത് വന്ന് പിന്നെ നീരൊക്കെ വന്ന് ഒരു സിസ്റ്റിക് ആക്നിലേക്ക് പോകും ഈ കാണുന്ന രീതിയിൽ. അപ്പോൾ അത് ഗ്രേഡ് 3 ഗ്രേഡ് 4 ആ രീതിയിലേക്ക് മാറും. അപ്പോൾ അത് കോമൺ ആയിട്ട് ആക്നി ഉണ്ടാകുന്ന ഒരു പ്രോസസ്സ് ഇതാണ് ഓയിൽ ഗ്ലാൻഡ് ബ്ലോക്ക് ആകുന്നതിൻ്റെ ഭാഗമായിട്ട്. പിന്നെ ചിലവരിൽ ഒരു ഇൻഫ്ലമേഷൻ്റെ സ്റ്റെപ്പിൽ എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടാകുമ്പോൾ, അതായത് ആക്നി വന്ന് പോകും, ഒരു പ്രായത്തിൽ നിന്ന് ഒരു പ്രശ്നമില്ലാണ്ട് പോകും. ചിലവരിൽ അത് ഭയങ്കരമായിട്ട് ബോഡി ഇൻഫ്ലമേഷൻ ഉണ്ടാകും. അപ്പോൾ കുറച്ച് പാരമ്പര്യമായിട്ട് തന്നെ ഈ ഒരു ഭാഗത്തും മുഖത്തും പുറത്തും എല്ലാം തന്നെ ഭയങ്കരമായിട്ട് ആക്നി വന്ന് അതിൻ്റെ പാടുകൾ, നീരൊലിക്കൽ ബുദ്ധിമുട്ടാകുന്ന രീതിയിലുണ്ടാകും. മുഖത്തും അതുപോലെ തന്നെ ഉണ്ടാകും. അപ്പോൾ അത് ജനറ്റിക് റിസ്ക്കും അതിൽ വരുന്നുണ്ട്. അതായത് പിമ്പിൾ വരുന്ന ഈ പ്രായത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതിൻ്റെ കൂടെ ബോഡീൻ്റെ തന്നെ ഇൻഫ്ലമേഷൻ കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് അതിനാകെ മൊത്തം ഒരു കൊളാക്കി വെക്കും. അത് ആക്നി കോൺഗ്ലോബേറ്റ, ആക്നി ഫൾമിനൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഈ കാണുന്ന ചിത്രത്തിലുള്ള പോലെ രീതിയിലേക്ക് ഉള്ള ഒരവസ്ഥയാണ്. അപ്പോൾ ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണ് പിമ്പിൾ ഉണ്ടാകുന്നത്. പിന്നെ ചിലവരിൽ മരുന്നെടുത്തിൻ്റെ വേഗയിൽ, പ്രത്യേകിച്ച് കിഡ്നി ട്രാൻസ്പ്ലാന്റ് പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് ഒമ്നോകോട്ടിൽ അല്ലെങ്കിൽ പ്രിഡിസോൾ അങ്ങനെയുള്ള സ്റ്റിറോയിഡ് ടൈപ്പ് മരുന്നെടുക്കും, അല്ലെങ്കിൽ നെഫ്രോട്ടിക് സിൻഡ്രോമുള്ള കിഡ്നി അസുഖമുള്ളവർക്ക് സ്റ്റിറോയിഡ് ടൈപ്പ് മരുന്നുകൾ എടുക്കുമ്പോൾ ഈ ഓയിൽ ഈ ഡിസ്ട്രിബ്യൂഷൻ, ഈ പറഞ്ഞ ഡിസ്ട്രിബ്യൂഷനിൽ തന്നെ അധികം ചൊറിച്ചൊന്നും ഇല്ലാണ്ട് കുരുക്കള് പോലെ വരും. അത് വലിയ റിയാക്ഷൻ ഒന്നുമല്ല. ഈ ഒരു ഓയിൽ പ്ലാന്റ്, അതായത് ആ ഒരു ഹോർമോൺ, സ്റ്റിറോയിഡ് ഹോർമോണാണ് നമ്മുടെ ആ ഒരു സെക്സ് സ്റ്റിറോയിഡ്, കൗമാരപ്രായത്തിൽ സെക്സ് സ്റ്റിറോയിഡ് ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടാണ് പിമ്പിൾ വരുന്നത്. അത് കുറച്ച് പുറമേ നിന്ന് ഒരു ഗുളികയായിട്ട് കിട്ടുമ്പോൾ ഇത് പുറത്തേക്ക് വരുന്നത് മാത്രമേ ഉള്ളൂ. ഒന്ന് ഗുളിക നിർത്തുമ്പോൾ റെഡിയാവുന്നതുമാണ്. ഇതാണ് പിമ്പിളിൻ്റെ ഒരു കാര്യം. അതിന് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഭക്ഷണത്തിൽ പറഞ്ഞു, ഹൈ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഫുഡുകൾ ഒഴിവാക്കുക. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ രീതിയിലുള്ള ബർഗർ, പിന്നെ മയോണൈസ്, അങ്ങനെയുള്ള കുറേ, അതായത് നമ്മൾ ഫാസ്റ്റ് ഫുഡ്, അമേരിക്കൻ ഈ കാണുന്ന ചിത്രത്തിലുള്ള എല്ലാ സാധനങ്ങളും തന്നെ അമേരിക്കൻ ഡയറ്റ് എന്ന് പറയുന്നത് നിങ്ങളെ പിമ്പിളിനെ കൂട്ടാവുന്നതാണ്. ബ്ലഡിലുള്ള ഷുഗറിനെ കൂട്ടുകയും ഇൻസുലിൻ കൂട്ടി അവിടെ പിമ്പിൾ ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ ഓയിലി ഫുഡ് ചിലവരിൽ പ്രശ്നങ്ങളാണ്, ചിലവരിൽ പ്രശ്നം ഉണ്ടാവലില്ല. പാൽ ഐറ്റംസ്, ചിലത് പാലിലുള്ള ഹോർമോണൽ ഇൻഫ്ലുവൻസിൻ്റെ ഭാഗമായിട്ട് പിമ്പിൾ വരുമെന്നുള്ള കുറച്ച് പഠനങ്ങളൊക്കെ പറയുന്നുണ്ട്. ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത് പറഞ്ഞാൽ ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ്, നമ്മൾ അധികം കാർബോഹൈഡ്രേറ്റ്സ് കുറച്ചിട്ടുള്ള ഫുഡിലേക്ക് മാറുന്നത് നല്ലതായിരിക്കും. ഇനി ഈ ഒരു പ്രായത്തിലും കാർബോഹൈഡ്രേറ്റ് കുറച്ചു
അധികം മധുരം ഇല്ല, ഇനിയിപ്പോൾ കുറച്ച് പ്രായം ഇങ്ങനെ ഷുഗർ വന്നിട്ട് എന്നേരും കഴിയില്ല, അപ്പം ജീവിതത്തിൽ മൊത്തം മധുരം കഴിക്കാത്ത ആ അർത്ഥത്തിലേക്കൊന്നും പോകണ്ടില്ല. പക്ഷെ അനാവശ്യമായിട്ടുള്ള ഫുഡ്, ഇപ്പോൾ ജങ്ക് ഫുഡ് അമേരിക്കൻ ഡയറ്റിന് കഴിക്കണമെന്നില്ലല്ലോ, നമ്മളെ തന്നെ മധുരം ഉള്ള ആവിയിൽ ഇതാക്കിയ കുറേ ഭക്ഷണത്തിൽ നമ്മൾ കേരളീയ ഫുഡിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് കുറച്ച് മോഡറേറ്റ് ചെയ്ത രീതിയിൽ ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പിന്നെ ചില ഫുഡുകൾ നല്ലതാണ്, മെയിനായിട്ട് ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഐറ്റംസ്, നല്ലവണ്ണം വെള്ളം കുടിക്കുന്നത്, ഇതൊക്കെ പൊതുവേ പിമ്പിളുള്ളവർക്ക് നല്ലതാണ്. ഇനി സ്കിൻ കെയർ എന്നുള്ള രീതിയിൽ ഞാൻ മുമ്പത്തൊരു വീഡിയോയിൽ മുഖത്തൊരു എണ്ണ തേച്ച് വരുന്നത് ശ്രദ്ധിക്കാമെന്ന് പറഞ്ഞ രീതിയിൽ മുമ്പ് വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ചിലവർ എണ്ണ തേച്ചിട്ട് വരും, മുഖത്ത് പിമ്പിൾ വന്ന എണ്ണ, ഞാൻ പറയും എണ്ണ എന്തിനാണ് ഉപയോഗിക്കുന്നത്? കാരണം തന്നെ ഓയിൽ ഗ്ലാൻഡ് അവിടെ ബ്ലോക്ക് ആകുന്നുണ്ട്. അതിൻ്റെ വില വെളിച്ചെണ്ണയും കൂടി തേച്ചിട്ട് ചിലവർ അലോവേര നല്ലൊരു കാര്യം തന്നെയാണ്, പക്ഷെ അത് ക്രൂഡായിട്ടൊക്കെ ചെയ്യുമ്പോൾ ചിലർക്ക് അലർജി പോലെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു അളവിൽ ഉപയോഗിക്കുന്ന രീതിയിൽ നല്ലൊരു ക്രീംസൊക്കെ ആണെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ അത് ഓയിലി ഇല്ലാത്തൊരു സ്കിന്നിൽ ഒരു മോയ്സ്ചറൈസർ കണ്ടന്റ് കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല, നോൺ കോമഡോജനിക് ആയിട്ട്. കാരണം ബോഡി തന്നെ ഓയിൽ ഉണ്ടാക്കുമ്പോൾ വീണ്ടും അത് പിമ്പിൾ കൂടാൻ സാധ്യതയുള്ള പേരിൽ. അതല്ലാത്ത രീതിയിൽ നമ്മൾ പിമ്പിലുള്ള മരുന്നുകൾ കൊടുക്കുമ്പോൾ പൊതുവെ ഓയിൽ കുറക്കുന്ന രീതിയിലുള്ള മരുന്നുകളാണ് കൊടുക്കാൻ. അപ്പോൾ ആ ഒരർത്ഥത്തിൽ സ്കിൻ ഡ്രൈനെസ്സിലേക്ക് പോകുമ്പോൾ അധികം വരുന്നൊരു കംപ്ലൈൻ്റ് ആണ്, മരുന്ന് ഉപയോഗിച്ച് സ്കിൻ അങ്ങനെ പൊള്ളി അങ്ങനെ റിയാക്ഷനായി. റെറ്റിനോയിഡ് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നൊരു കോമൺ ആയിട്ടുള്ള കണ്ടീഷനാണ്. അതുകൊണ്ട് തന്നെ പൊതുവേ അങ്ങനെയുള്ള മരുന്നുകളൊക്കെ ഞാൻ പൊതുവേ പറയൽ രാത്രിയിൽ കുറച്ച് സമയം ഉപയോഗിക്കുക, എന്നിട്ട് കഴുകി കളയുക, വാരി തേക്കരുത്. സ്കിൻ കുറച്ച് മെല്ലെ പയ്യെ പനിയും തിന്നാന്ന് പറഞ്ഞ പോലെ മാറണം എന്നിട്ട് പെട്ടെന്ന് തേച്ച് കുളമായി പിന്നെ മരുന്ന് ഉപയോഗിക്കുക. കാരണം അതിന് വരുന്നുള്ളൊരു നല്ല റിസൾട്ടുള്ള മരുന്ന് അത് തന്നെയാണ്. പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറും, പിന്നെ പേടിയാവും. വളരെ തിന്നായിട്ട് അപ്ലൈ ചെയ്യുക, ഡോട്ടായിട്ട് വെച്ചിട്ട് അതിൽ വരുന്നൊരു ഏരിയ, വെറും പിമ്പിൾ മാത്രമേ അതിന് ഏരിയ അപ്ലൈ ചെയ്യുക. എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ സാധാ വെള്ളത്തിൽ കഴുകിക്കളയുക. അത് 1-2 ദിവസങ്ങളിൽ ആഴ്ചയിൽ 2 ദിവസം ഉപയോഗിച്ച് സ്യൂട്ട് ആവുകയാണെങ്കിൽ, കാരണം ചെറിയ ഡ്രൈനസ് ഒക്കെ തുടക്കത്തിൽ ആർക്കാലും വരും. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ വേണമെങ്കിൽ മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്യാം. അത് നോൺ കോമഡോജനിക് ആയിട്ടുള്ള ഡോക്ടറിനെ പറഞ്ഞു തരും. ഇനി ആ ഒരു അവസ്ഥ കഴിഞ്ഞിട്ട് പിന്നെ ഓക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള ഡ്രൈനെസ് ഓയിലിനെസ് കുറക്കുന്ന രീതിയിലുള്ള ക്രീംസുകൾ രണ്ടാമത് ഡെയിലി യൂസിലേക്ക് കണ്ടിന്യൂ ചെയ്യാം. കാരണം ഇങ്ങനെയുള്ള ക്രീമുകൾ എന്തായാലും ഒരു വലിയൊരു ലോങ് ടേം ആയിട്ടുള്ള സമയമാണ്. ആ സമയത്ത് നമ്മൾ ഇങ്ങനെ ക്രീമുകൾ കൊണ്ട് കൺട്രോൾ കിട്ടുന്നതിന് നല്ലൊരു കാര്യമാണ് ആ സമയത്ത് കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ ഈ ഡയറ്റ് സ്കിൻ കെയറിൻ്റെ വിഷയത്തിൽ പിന്നെ സൺ പ്രൊട്ടക്ഷൻ ഇതിൽ ഇമ്പോർട്ടൻ്റ് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, പിമ്പിൾ വരുന്നൊരു ഭാഗത്ത് എന്താണ് ഒരു ചെറിയൊരു ഒരു ഇൻഫ്ലമേഷൻ വന്ന് പോകുമ്പോൾ ചെറിയ ചുവപ്പ് വന്ന് അവസാനം അതൊരു കറുപ്പായി മാറും. ചിലവരത് നെക്കി ആ വൈറ്റ് സാധനം എടുത്തിട്ട് അന്നേരം റെഡിയാവും എന്നുള്ള രീതിയിൽ പറയും. ചിലർക്ക് ചോദിച്ച് ആക്നി പിക്കിംഗ് ഉണ്ടോ, സ്കിൻ പിക്കിംഗ് ഉണ്ടോ, പിമ്പിൾ പോപ്പിംഗ് ഉണ്ടോ എന്ന് പറഞ്ഞാൽ പറയൂല. പക്ഷേ അങ്ങോട്ട് ചോദിക്കുക വൈറ്റ് സാധനം കിട്ടുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവർ മനസ്സിലാവും അവർ അത് ചെയ്യുന്നുണ്ടെന്നാണ്. കാരണം അവർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം ഓരോ പിമ്പിളിൻ്റെ അവിടെയും ബ്ലാക്ക്, കാരണം അവർ സ്ക്വീസ് ചെയ്യുമ്പോൾ അവിടുത്തെ സ്കിൻ മെലനോസൈറ്റ്സ്, സ്കിന്നിൻ്റെ പിഗ്മെൻറ്റ് സെൽസ് സ്റ്റിമുലേറ്റഡ് ആവുകയും അവിടെ കൂടുതലായിട്ട് ബ്ലാക്ക് ആവുകയും ചെയ്യും. അല്ലെങ്കിൽ പിമ്പിൾ വന്ന് അത് ഓപ്പണായി ജസ്റ്റ് ക്രീം കൊടുത്ത് ഓയിലിൻ്റെ മയം കുറഞ്ഞു കഴിഞ്ഞാൽ പോകേണ്ട സാധനം അതിനെ നെക്കിപ്പോയി ആ രീതിയിൽ കറുപ്പ് കളറായിട്ട് എപ്പോഴും കൊണ്ട് നടക്കും. അപ്പോൾ അത് സൺ പ്രൊട്ടക്ഷൻ ഒന്നും അത് ചെയ്യാതിരിക്കുക. രണ്ടാമത് നമ്മളിപ്പോൾ ഈ മുഖത്തൊക്കെ എന്താണ് തിളച്ച നെയ്യൊക്കെ ജസ്റ്റ് പൊട്ടിക്കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു ബേൺ ആയി കഴിഞ്ഞാൽ പോകുമ്പോൾ ഒരു ബ്ലാക്ക് അടിക്കുന്ന പോലെ. അപ്പോൾ അത് ആ ഇൻഫ്ലമേഷൻ കൊണ്ട് സ്കിന്ന് മെലനോസൈറ്റ് സ്കിന്നിൻ്റെ പിഗ്മെൻറ്റ് സെല്ല് സ്റ്റിമുലേറ്റ് ആകുന്നതിൻ്റെ ഭാഗമായിട്ട് ബ്ലാക്ക് അടിക്കുന്നതാണ്. അപ്പോൾ ഒരു വെയിലും കൂടി വരികയാണെങ്കിൽ കൂടുതലായിട്ട് ബ്ലാക്ക് കളറ് അവിടെ പോസ്റ്റ് ഇൻഫ്ലമേറ്ററി ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ വരും. അത് ഒഴിവാക്കുമ്പോൾ നല്ലത് സൺസ്ക്രീൻ ഉപയോഗിക്കലാണ്. അപ്പോൾ അത് തന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു ഓയിലി ആയിട്ടുള്ള സ്കിന്നാണ് സൺസ്ക്രീൻ ഉപയോഗിച്ചാൽ ഭയങ്കര ഓയിലി ആകുന്നുണ്ട് ബുദ്ധിമുട്ടാകുന്നുണ്ടാണെങ്കിൽ മാറ്റ് ഫിനിഷുള്ള സൺസ്ക്രീൻസിൽ അത് ഡോക്ടേഴ്സ് പറഞ്ഞു തരും, യൂസ് ചെയ്യുക. ഇനി ഡ്രൈനെസ് ഉള്ള പ്രൊഡക്ട്സ് ഉപയോഗിക്കേണ്ട ഭാഗം മുഖം ഡ്രൈ ആകുന്നുണ്ടെങ്കിൽ മോയ്സ്ചർ കണ്ടൻറ്റ് ഉള്ള അതേസമയം തന്നെ നോൺ കോമഡോജനിക് ആയിട്ടുള്ള സൺസ്ക്രീൻസ് യൂസ് ചെയ്യുക. SPF വിഷയത്തിൽ ചിലവർ ഭയങ്കര വെയിറ്റ് ആ രീതിയിലുള്ള SPF ഒക്കെ യൂസ് ചെയ്ത് വരും. കാരണം SPF 30 ആ രീതിയിൽ അർത്ഥത്തിൽ തന്നെ ഒരു 98% സൺ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്, 96-98% വരുന്നുണ്ട്. ഒരു 50 ആക്കി 80 ആണെങ്കിൽ ആകെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ 2% അല്ലെങ്കിൽ 0.8% ഒക്കെയാണ് ഡിഫറൻസ് വരുന്നത്. അത് കോസ്റ്റും കൂടും. ഇനി എന്താണ് അത് പിന്നെ ഈ ഒരു ഓയിലി ആയിട്ടുള്ളവർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സൺസ്ക്രീൻ കുറച്ചും കൂടി തിക്കായിരിക്കും. SPF എബവ് എന്താണ് 50-80 ഒക്കെ മേലത്തേക്ക് പോവുകയാണെങ്കിൽ 18 ഒക്കെ മേലെ പോവുകയാണെങ്കിൽ ഭയങ്കര തിക്കായിട്ടുണ്ടാവാൻ സൺസ്ക്രീൻ. അപ്പോൾ പിന്നെ ഉപയോഗിക്കുമ്പോൾ ഭയങ്കര ഓയിലി ഒരു ഓയിൻമെൻറ്റ് ലുക്കാണ് ഉണ്ടാവുക, കോമഡോൺസ് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി സ്യൂട്ടാണ് നിങ്ങൾക്ക് അതിൻ്റെ ബാക്കിയുള്ള ഫീലും കൊണ്ട് ഓക്കെ ആണെങ്കിൽ ഉപയോഗിക്കുന്നുണ്ട്, പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ ഉപയോഗിച്ചോളൂ, പ്രശ്നമൊന്നുമില്ല. കൂടുതൽ SPF കിട്ടുമ്പോൾ
ചെറിയൊരു പെർസെൻറ്റേജിലെങ്കിലും സൺ പ്രൊട്ടക്ഷൻ കൂടുതൽ എക്സ്ട്രാ വരുന്നുണ്ടല്ലോ ആ ഒരു അർത്ഥത്തിൽ. അതല്ലാത്ത രീതിയിൽ ഭയങ്കരമായിട്ടുള്ള ഡബിളായിട്ടുള്ള ഒരു സൺ പ്രൊട്ടക്ഷൻ ഒന്നും അതിൽ വരുന്നില്ല. കാരണം 30 ഉപയോഗിച്ച് 60 ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഡബിൾ പ്രൊട്ടക്ഷൻ അങ്ങനെയൊന്നുമില്ല. 0.8 to 2% ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ സൺ പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിൽ. പിന്നെ ഇതിനുള്ള മരുന്നുകൾ ഞാൻ ഓൾറെഡി ഇത് പറയുന്നതിൻ്റെ ഇടയിൽ തന്നെ ഡിസ്കഷനിൽ വന്നു. നമ്മൾ ക്രീംസായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഫേസ് വാഷുകളുണ്ട്, സാലിസിലിക് ആസിഡ് അല്ലെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ്, മാൻഡലിക് ആസിഡ് ബേസ്ഡ് ആയിട്ടുള്ള ഫേസ് വാഷുകൾ വെച്ചിട്ട് ആ ഒരു ഓയിലിനെസ്സിന് കളയുക. ആ ബ്ലോക്കായി കിടക്കുന്നത് പോകുമ്പോൾ ഒരു പിമ്പിൾ വരുന്ന ടെൻഡൻസി നമ്മൾക്ക് തന്നെ ചിലവർ ക്യാമ്പിനൊക്കെ പോയി 2 ദിവസം കുളിച്ചിട്ടില്ലെങ്കിൽ പിമ്പിളൊക്കെ, അതായത് ഓയിലിനെസ് അവിടെ നിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പിമ്പിൾ കൂടുന്നതായി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഫേസ് വാഷുകളൊക്കെ ഉപയോഗിക്കുന്നത് ഫ്രൂട്ട് ആസിഡ് ബേസ്ഡ് സൾഫ്യൂരിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്, മാൻഡലിക് ആസിഡ് അങ്ങനെ പല രീതിയിലുള്ള ഫേസ് വാഷുകളുണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കുന്നത് ഓയിലിനെസ് കുറക്കാനും അങ്ങനെ ഒരു സ്കിന്നിൻ്റെ പിമ്പിൾ വരുന്ന ടെൻഡൻസി കുറക്കാനും ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി മറ്റ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഓൾറെഡി ഡ്രൈ ആണ് മുഖം, ഇങ്ങനെയുള്ള ഒരു കൂടുതൽ ഡ്രൈനെസ്സിലേക്ക് പോകുന്നുണ്ടെങ്കിൽ കുറച്ച് മോയ്സ്ചറൈസർ കണ്ടൻറ്റുള്ള ഫേസ് വാഷുകളായാലും മതി. നീറ്റിലൊക്കെ വരുന്നുണ്ടെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ഫേസ് വാഷ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഫേസ് വാഷ് ഉപയോഗിക്കാതിരിക്കുക, സാധാ വെള്ളത്തിൽ ക്ലീൻ ചെയ്യുക. പിന്നെ അതിൽ വേറെ ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിൽ ഒരു ഗ്രേഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്രീമുകൾ മാറി ഈ ക്രീം ഉപയോഗിക്കേണ്ട വിധം പറഞ്ഞ് 2 മണിക്കൂർ വെച്ചിട്ട് കഴിക്കേണ്ടത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഗുളിക തരും, അത് ചിലത് ആൻറ്റിബയോട്ടിക് ആയിരിക്കും. ഇപ്പോൾ ആൻറ്റിബയോട്ടിക് എന്തിനാണ് തരുന്നത്, കുറേ കാലം കഴിക്കുന്നത് ആൻറ്റിബയോട്ടിക് ഡോസിൽ തരാൻ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഒരു ഇൻഫ്ലമേഷൻ കുറക്കുന്ന രീതിയിലും ഈ ചില ആൻറ്റിബയോട്ടിക്കുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ക്ലാസ്സിലുള്ള ആൻറ്റിബയോട്ടിക്സ് ആണ് തരാൻ. അത് അമേരിക്കൻ അക്കാഡമി ഓഫ് ഡെർമറ്റോളജിയുടെ ഒരു ഗൈഡ് ലൈൻ അനുസരിച്ചിട്ട് അപ് ടു 3 മന്ത് വരെ യൂസ് ചെയ്യാം. ചിലവർ 3 മന്തൊക്കെ എഴുതി കണ്ടു കഴിഞ്ഞാൽ ചില ഡോക്ടേഴ്സ് തന്നെ പറയും 3 കാലങ്ങൾ ആൻറ്റിബയോട്ടിക് കഴിച്ചു എന്ന് പറയും. അത് ഗൈഡ് ലൈൻസിലുള്ളത് തന്നെയാണ്. ചെറിയ ഡോസിലാണ് തരുന്നത്, ഇൻഫ്ലമേഷൻ കുറക്കാൻ നല്ലതാണ്. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നിർത്തിപ്പം തന്നെ വീണ്ടും തിരിച്ചു വരും, ആ രീതിയിലാണ്. ഇനി ആ രീതിയിലേക്ക് തിരിച്ചു വരുന്ന ടൈപ്പിലാണ്, അത്രയും കൂടുതലാണ്, അല്ലെങ്കിൽ ഇത് ഗുളികയെടുത്ത് ക്രീം വെച്ചിട്ട് കൺട്രോൾ ആകുന്നില്ലെങ്കിൽ അതിനെ ഉള്ളിൽ നിന്ന് തന്നെ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ ഓയിൽ ഗ്ലാൻഡിനെ ഷ്രിങ്ക് ചെയ്യുന്ന രീതിയിലുള്ള ടാബ്ലറ്റ്സ് ഉണ്ട്, ക്യാപ്സ്യൂൾസ് ഉണ്ട്. അത് വെച്ചിട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഓയിൽ ഗ്ലാൻഡിന് ഉള്ളത് കൊണ്ടാണ് പിമ്പിൾ വരുന്നത്. അതിനുവേണ്ടി ക്രീംസൊക്കെ ഉപയോഗിച്ചു, അത് ഇതേ യൂസ് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ അതിൽക്കും മേലുന്ന രീതിയിൽ ഇപ്പം എന്ന് പറഞ്ഞാൽ ചില പാരമ്പര്യമായിട്ട് ഭയങ്കരമായിട്ട് ഒലിച്ചിറങ്ങുന്ന രീതിയിൽ സിസ്റ്റിക് ആയിട്ട് ഈ കാണുന്ന രീതിയിൽ ആക്നെ കോൺകുളോബാറ്റ് ആ രീതിയിൽ അല്ലെങ്കിൽ നോഡലോ സിസ്റ്റിക് ആക്നെ എന്ന രീതിയിലാണെങ്കിൽ അതല്ലെങ്കിൽ സാധാ പിമ്പിൾ തന്നെയാണ്. പക്ഷേ നമ്മൾ കൊടുത്ത ഈ സ്റ്റെപ്പ് 1 സ്റ്റെപ്പ് 2 അപ്രോച്ച് ക്രീംസും പിന്നെ ആൻറ്റിബയോട്ടിക് രീതിയിലുള്ള മരുന്നും ഉപയോഗിച്ചു. പക്ഷെ നിർത്തുമ്പോൾ രണ്ടാമത് വരുന്ന രീതിയിലാണ്. അപ്പോൾ ഒരു കുറച്ചേ ഉള്ളൂ, പക്ഷെ അതുകൊണ്ട് ഭയങ്കര ഇറിറ്റേഷൻ വരിക, അല്ലെങ്കിൽ കുറച്ചേ വരുന്നുള്ളൂ, അത് പോകുമ്പോൾ ഭയങ്കര സ്കാറിങ് വരിക, പുറമേ ഡാമേജ് വരുത്തിക്കുക. ആ ഒരവസ്ഥയിലും കൂടി നമ്മൾക്ക് ഇത്തരം ലാസ്റ്റ് സ്റ്റേജ് എന്ന രീതിയിലുള്ള ടാബ്ലറ്റ്സുകൾ എടുക്കാം, ഓയിൽ ഗ്ലാൻഡിനെ ചുരുക്കുന്ന രീതിയിൽ. അത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലുള്ള ഓയിൽ ഗ്ലാൻഡ് ചുരുക്കി കളയും. അപ്പോൾ അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഷ്രിങ്ക് ചെയ്ത് അട്രോഫീഡ് ആവും. അപ്പോൾ ഗ്ലാൻഡ് പിന്നെ ഇനി എന്ത് ഹോർമോൺ ഇൻഫ്ലുവൻസ് വന്നാലും പൊന്തേണ്ട രീതിയിലേക്ക് ഉണ്ടാവില്ല. അതേസമയം ഗ്ലാൻഡ് അവിടെ തന്നെ ഉണ്ടാവുകയും ചെയ്യും, ആവശ്യത്തിനുള്ള വർക്കൊക്കെ ചെയ്യും. അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ സ്കിന്നിന് ചുണ്ട് കുറച്ച് ഡ്രൈ ആവും, മുഖം കുറച്ച് ഡ്രൈ ആവും. കുറച്ച് മോയ്സ്ചറൈസർ ലിപ് ബാം യൂസ് ചെയ്യുക. ഇടയ്ക്കൊന്ന് കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ 2 മാസം കൂടുമ്പോൾ അങ്ങനെ രീതിയിലൊക്കെ ഡോക്ടേഴ്സ് പറയും, അതൊന്ന് ചെക്ക് ചെയ്യുക. ഒരു 6 മാസം തുടർച്ചയായിട്ട് ഉപയോഗിച്ച് പിന്നെ മെല്ലെ മെല്ലെ ടേപ്പർ ചെയ്യുകയാണെങ്കിൽ വർഷങ്ങളായിട്ട് റെഡിയാവാത്ത ഈ കാണുന്ന രീതിയിലുള്ള പിമ്പിൾ തന്നെ എന്താണ് ഒരു കുട്ടിക്ക് ഇതുപോലുള്ള ടാബ്ലറ്റ് ക്യാപ്സ്യൂൾ കൊടുത്തതാണ്. കൂടാതെ അവർക്ക് പീലിംഗ് പോലുള്ള അത് അടുത്ത ഇതിലേക്ക് വരാം, ഇതിൻ്റെ കൂടെ സപ്ലിമെൻ്ററി ആയിട്ട് ആഡ് ഓൺ ആയി പറയുന്നത് അതും കൂടി ചെയ്തു. അതിന് ശേഷമുള്ളൊരു റിസൾട്ടാണ് ഈ കാണുന്നത്. വളരെ നല്ലൊരു വ്യത്യാസം അദ്ദേഹത്തിന് ആ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾക്ക് വളരെ ബുദ്ധിമുട്ടായി പിമ്പിളിനെ കൊണ്ട് ഒരു രക്ഷയില്ലാത്ത രീതിയിലുള്ള പിമ്പിളൊക്കെ ഈ രീതിയിൽ മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഉള്ള ക്യാപ്സ്യൂള്, ടാബ്ലറ്റുകൾ, മറ്റ് ഫേസ് വാഷുകൾ കൂടാതെ ആ ഒരു രീതിയിലേക്ക് മാറ്റാൻ വേണ്ടി വേറെ ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ് കെമിക്കൽ പീലിംഗ്. ഞാൻ ഹെർബൽ പീലിംഗ് എന്ന് പറയും കേരളത്തിലാണെങ്കിൽ. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലുപയോഗിക്കുന്നത് സാലിസിലിക് ആസിഡ് എന്ന് പറഞ്ഞാൽ സാലിസിയം ആൽബ എന്ന് പറഞ്ഞൊരു മരത്തിൽ നിന്നാണ്. പിന്നെ അധികം ഫ്രൂട്ട് ആസിഡ്സ് ആണ് ഇതിൽ ഉപയോഗിക്കുന്നത്. കെമിക്കൽ എന്ന് പറഞ്ഞാൽ തന്നെ ആൾക്കാർ ഇത് വെള്ളം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു കെമിക്കൽ ഒരു എഞ്ചിനീയർ വന്നിരുന്നു, BSc കെമിസ്ട്രി എന്ന് കഴിഞ്ഞത്. ഇതൊക്കെ മരുന്നൊക്കെ പറയുമ്പോൾ ഇതല്ല കെമിക്കലല്ല. ഞാൻ പറഞ്ഞു നീ എന്തിനാ പിന്നെ BSc കെമിസ്ട്രി പഠിക്കുന്നത്? കാരണം നീ ഉപയോഗിക്കുന്ന വെള്ളം തന്നെ ഹൈഡ്രജനും ഓക്സിജനും പൊട്ടിത്തെറിച്ച് വിസ്ഫോടനം വന്നിട്ടുള്ളതാണ് വെള്ളം എന്ന് പറയുന്നത്, H2O എന്ന് പറയുന്നത്. നമ്മുടെ ദുനിയാവുള്ള എല്ലാ വസ്തുക്കളും ഒരു കെമിക്കൽ തന്നെയാണ്. കാർബൺ എന്ന് പറഞ്ഞാൽ ഇതിൽ കരിയായിട്ട് വരുന്നത് അത് കാർബണാണ്. എല്ലാം കെമിക്കൽ തന്നെയാണ്. അപ്പം കെമിക്കൽ പീലിംഗ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര പേടി. സംഭവം ഒന്നുമില്ല,
അതിലിപ്പോൾ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ സാൽസിയം ആൽബിയ എന്ന് പറയുന്ന ഒരു മരത്തിൻ്റെ ഒരു പട്ടയാണ്, അതിൽ നിന്നുള്ള സത്താണ് സാൽസിയം ആൽബിയ. ചിലത് വിനേഗറാണ്, ചിലത് എന്താണ് ഈ ഫ്രൂട്ട് ആസിഡ്സ് ആണ്. അപ്പോൾ നമ്മൾ ഈ പറയില്ല ക്ലിയോപാട്ര എന്ന് പറയുന്നത് നമ്മൾ ലാക്റ്റിക് ആസിഡ് പീലുണ്ട്, അതായത് പാല് പുളിപ്പിച്ചിട്ടുള്ള അത് വെച്ചിട്ട് മുഖം ക്ലീൻ ആക്കിയ രീതിയിൽ. ഇതൊക്കെ പ്രകൃതിയിലുള്ള സാധനങ്ങൾ തന്നെയാണ്, ആരും ശൂന്യാകാശത്ത് കൊണ്ടുവരുന്ന സംഭവങ്ങളൊന്നുമല്ല. അപ്പോൾ അത് നമ്മുടെ ഓയിൽ ഗ്ലാൻഡിൻ്റെ ഏരിയയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അതിനെ ഒന്ന് ഷ്രിങ്ക് ചെയ്യിക്കുന്ന രീതിയിൽ. കാരണം ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുത്ത്, കാരണം 6 മാസം എടുത്തുള്ള പ്രോസസ്സാണ്. അപ്പോൾ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് റിസൾട്ട് വേണം. പിന്നെ റിസൾട്ട് മാത്രമല്ല, ഒരു മാർക്സുകളും സ്കിന്നൊന്ന് ഗ്ലോ കിട്ടണമെന്ന അർത്ഥത്തിൽ നമ്മൾ ഈ പറഞ്ഞ ഏത് സ്റ്റേജിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ് കെമിക്കൽ പീലിംഗ് അല്ലെങ്കിൽ ഹെർബൽ പീലിംഗ് എന്ന് പറയുന്നത്. ആക്നി പീൽസ് യൂസ് ചെയ്യാം. അപ്പോൾ ചിലവരത് ഗുളിക വേണ്ടില്ല എന്നുള്ള രീതിയിൽ എന്താണ് കുറച്ച്, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ക്രീംസൊക്കെ ഒരു ചെറിയ കോൺസെൻട്രേഷനിലാണ് തരാൻ, വീട്ടിൽ നിന്ന് ഉപയോഗിക്കേണ്ട കോൺസെൻട്രേഷനിലാണ് തരാൻ. ഡോക്ടറുടെ ഒരു സൂപ്പർവിഷനിലുള്ളതല്ല ക്രീംസ്. അപ്പോൾ ചെറിയ കോൺസെൻട്രേഷനിലാണ് വീട്ടിൽ നിന്ന് ഉപയോഗിക്കേണ്ടത് തരാൻ. ഇപ്പോൾ സാലിസിലിക് ആസിഡ് ഫേസ് വാഷ് ആണെങ്കിൽ 2% ഒക്കെ ഉണ്ടാവും, അതൊരു 20-30% ആ രീതിയിൽ. അതല്ലാണ്ട് വേറെ രീതിയിലുള്ള പല പീൽസും ഉണ്ട് ഇതിനു വേണ്ടി കൂടുതൽ റിസൾട്ട് കിട്ടുന്ന രീതിയിൽ. അപ്പോൾ അത് വലിയൊരു കോൺസെൻട്രേഷന് ഡോക്ടർ സൂപ്പർവിഷൻ, ഡോക്ടർ തന്നെ അതിനെ നിങ്ങളെ മുഖത്തിൻ്റെ സ്കിന്നിൻ്റെ ടൈപ്പും ടോണും നിങ്ങളുടെ ആക്ടിൻ്റെ സിവിയറ്റും ഉപയോഗിക്കുന്ന മരുന്നൊക്കെ കണ്ടിട്ട് പല രീതിയിലുള്ള പീൽസ് ഉപയോഗിച്ചിട്ട് ഒരു 15-20 മിനിറ്റ്സ് ക്ലിനിക് ബേസ്ഡ് പ്രൊസീജിയറാണ്. ചെയ്ത് കഴിഞ്ഞ് വീട്ടിൽ പോകാവുന്ന ഒരു പ്രൊസീജിയറാണ് കെമിക്കൽ പീലിംഗ് എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൽ ചെയ്യാന്ന് പറഞ്ഞാൽ അർത്ഥം ഇതാണ്: ഒന്നുകിൽ നിങ്ങൾ അധികം ഗുളികയിലേക്ക് പോകണ്ട, അപ്പോൾ ക്രീം ഉപയോഗിക്കുന്നുണ്ട്, അപ്പോൾ പീലിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ 2-3 മാസത്തേക്ക് ഒന്ന് കിട്ടും, പിന്നെ അടുത്ത വീണ്ടും ചെയ്ത് ആ രീതിയിൽ അങ്ങനെ കൺട്രോൾ ചെയ്ത് പോകും. ആ സമയത്താകുമ്പോൾ പിന്നെ ഒരു പ്രായം കഴിഞ്ഞ് പിമ്പിളൊന്നും വല്ലാതെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറും. ആ അർത്ഥത്തിൽ വെറുതെ ഗുളിക എടുക്കണ്ട എന്നുള്ള പഠിക്കുന്നതിൽ. ഇനി അതല്ല, നല്ല രീതിയിൽ ആണ് ഇപ്പോൾ ഗുളികയും ഉള്ളിൽ നിന്ന് കുറയേണ്ട രീതിയിൽ ഗുളികയും വേണം. പിന്നെ പുറമേ ഉള്ള അവസ്ഥ, പൊട്ടലും ചീറ്റലും അതിൻ്റെ കറുപ്പും അതിൻ്റെ പാടുകളും കുറയുന്ന രീതിയിലും, പിന്നെ ഓയിലിനെസ് കൺട്രോൾ ചെയ്യുന്ന രീതിയിലും ആക്നി വൈറ്റമിൻ എ പീൽസും റെറ്റിനോയിഡ് ടൈപ്പ് പീൽസൊക്കെ ഉപയോഗിച്ചിട്ട് ഇതിനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ, പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന അർത്ഥത്തിലും ഈ പീൽസ് യൂസ് ചെയ്യാം. അപ്പോൾ അതിൽ ചില പീൽസ് നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ തന്നെ വീട്ടിൽ പോവാം, വേറെ വിഷയങ്ങളൊന്നുമില്ല, ചെറിയ രീതിയിലുള്ള ഒരു ഫൈൻ പീലിംഗ് മാത്രമേ ഉണ്ടാവാൻ. ചില പീൽസുകൾ ഓവർനൈറ്റായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ 6 hours 5 hours വെച്ച് നിൽക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റൽ ക്ലിനിക്കിൽ തന്നെ അങ്ങനെ 5-6 മണിക്കൂർ നിൽക്കേണ്ടില്ല. ചെയ്ത് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് 6 മണിക്കൂർ കഴിഞ്ഞാൽ വാഷ് ചെയ്താൽ മതി. ഒരു അരമണിക്കൂർ ക്ലിനിക്കിൽ ചെയ്ത് പിന്നെ അരമണിക്കൂർ കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി 6 മണിക്കൂർ കഴിഞ്ഞ് വാഷ് ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള പീൽസ് കുറച്ചും കൂടി സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ അത് ചിലപ്പോൾ നല്ല രീതിയിൽ കാണേണ്ട രീതിയിൽ തന്നെ പറഞ്ഞു പോകാം. അപ്പോൾ നമ്മൾ പൊതുവേ ഒരു 1 വീക്ക് അല്ലെങ്കിൽ 10 ഡേയ്സിനുള്ളിൽ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ, വീട്ടിൽ എന്തെങ്കിലും അപ്പിയർ ചെയ്യാനുണ്ടെങ്കിൽ പറയാൻ ഇത് കുറച്ച് സമയം പീലിംഗ് ഉണ്ടാവും. അപ്പോൾ സാധ്യതയാണ് ചിലപ്പോൾ ഇതൊക്കെ പറഞ്ഞിട്ട് ചിലപ്പം പീലിംഗ് ഒന്നും വന്നിട്ടില്ല എന്നൊരു പേഷ്യൻസ് വരുന്നത് ഡിപ്പെൻഡ് ചെയ്യും, ഓരോ പേഷ്യൻസിനും ഡിഫറെൻറ്റ്. അപ്പോൾ നമ്മൾ വേഴ്സ്റ്റ് സിനാരിയോ എന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടായി നമ്മൾ ഫീൽ ചെയ്തു, അവസാനം മുഖത്ത് അങ്ങനെ അവർ പറഞ്ഞു പോകുന്ന അവസ്ഥയിലുള്ളതാണ്. അത് ടെമ്പററി ആണ്, ഒരാഴ്ച കഴിഞ്ഞാൽ അത് റെഡിയാകുന്നതാണ്, പിന്നെ നല്ല ഗ്ലോ ആയിട്ടുള്ള സ്കിൻ ഉണ്ടാവും. പക്ഷെ അത് ആദ്യം പറഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ അതൊരു സ്കിപ്പ് ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ആദ്യം തന്നെ പറയും അങ്ങനെ ഒരു 1 വീക്ക് 10 ഡേയ്സ് ഒരു ടൈം എടുക്കണം എന്നുള്ളത്. പിന്നെ പീൽസ് പൊതുവെ സിംഗിൾ സിറ്റിംഗ് അല്ല, മൾട്ടിപ്പിൾ സിറ്റിംഗ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് ഇങ്ങനെ കൂട്ടി വരുത്താണ്. ഒന്ന് ചെയ്ത് ഇനിയിപ്പോൾ മറ്റേത് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ ആക്നി കൂടുമൊന്നുമില്ല, കൂടേണ്ട ആക്നി കൂടും, അത് ചെയ്തതിൻ്റെ പേരിൽ കൂടുതലായിട്ട് കൂടുകയൊന്നും ചെയ്യില്ല. പക്ഷേ ഒന്നിൻ്റെ റിസൾട്ട് ആയിരിക്കില്ല 3 ചെയ്താൽ. അപ്പോൾ 1 ചെയ്ത് 2 ചെയ്ത് 3 ചെയ്ത് ആ രീതിയിലൊക്കെ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടി പറ്റും. ഒന്നുകിൽ ഈ രീതിയിൽ തന്നെ ആക്നി ബേസ്ഡ് പീൽസും പിന്നെ ക്രീംസൊക്കെ വെച്ചിട്ട് ആ ഒരു സമയത്ത് എപ്പോഴും മുഖം ഗ്ലോ ആയിട്ട് കൊണ്ടു നടക്കാൻ വേണ്ടി പറ്റും, ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ. അതല്ലെങ്കിൽ ഗുളിക എടുത്തിട്ട് അതിനൊന്ന്, കാരണം ചില ഗുളികകൾ എടുക്കുന്ന സമയത്ത് കുറച്ച് പിമ്പിളൊന്ന് ഇനീഷ്യൽ ഫ്ലെയർ ഉണ്ടാവും, ആ സമയത്ത് പീൽസ് തന്നെയാണ് വേണ്ടി വരാൻ. അപ്പോൾ ആദ്യം പറയാറുണ്ട്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നമ്മൾക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്, സ്കിൻ കെയർ, ഫുഡിലുള്ള ചേഞ്ചസുകൾ, അതുകൂടാതെ ഇങ്ങനെയുള്ള മിനിമൽ പ്രൊസീജിയേഴ്സ് വഴി, ഇപ്പോൾ പീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പേഷ്യൻസ് എന്ന് പറയുന്നതാണ് എന്താണ് പീലിംഗ് എന്ന് പറഞ്ഞാൽ അവർക്ക് ചെത്തിയെടുക്കുക എന്ന രീതിയിലേക്കാണ്. നമ്മൾ മറ്റേ ആപ്പിളൊക്കെ പീൽ ചെയ്യുന്ന പോലെ. അത് ഒരു തമാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തളത്തിൽ ദിനേശൻ ആ ഒരു ഫിലിം ഉണ്ടല്ലോ, ശ്രീനിവാസനും പാർവതിയായിട്ട് 2 ഫോട്ടോ എടുക്കാൻ നിന്നിട്ട് നമുക്കേ പറയുന്നത് ഇത് നിലവിളക്കിൻ്റെ അടുത്ത് കരിവിളക്ക് വെച്ച പോലെ എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് അവസാനം ശ്രീനിവാസൻ അത് വെളുപ്പിക്കാൻ വേണ്ടി പറയും ഫോട്ടോ, ഇനിയും വെളുപ്പിക്കുകയാണെങ്കിൽ ചെത്തിക്കളയേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ചെത്തിക്കളയൽ
കുറച്ചും കൂടി കൺട്രോൾ ആകുന്ന രീതിയിൽ ഒറ്റയടിക്ക് നമ്മൾ എത്തുമ്പോൾ എന്താണ് അതിൻ്റെ സ്കിന്നിൽ ഡാമേജ് വരും. അപ്പോൾ അത് നമ്മളൊരു 1 വീക്ക് കൊണ്ട് 3 ഡേയ്സ് കൊണ്ട് പതിയെ അത് സ്കിന്നിന് പീൽ ചെയ്ത് വരുമ്പോൾ സ്കിന്നിൽ ഡാമേജ് ഇല്ലാത്ത രീതിയിൽ ഒരു മേജർ ലെയർ അവിടെ നിന്ന് പോവുകയും അത്രയും ഡാമേജ് ആയിട്ടുള്ള സ്കിൻ അവിടെ നിന്ന് പറഞ്ഞു പോയി നല്ലൊരു പുതിയ സ്കിന്ന്, ഫ്രഷ് ആയിട്ടുള്ള സ്കിന്ന് അവിടെ വരികയും അത് നല്ല കുറച്ചും ഗ്ലോ ഉണ്ടാവും. അത് എത്ര കാലം നിൽക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫേഷ്യലൊക്കെ ചെയ്യുമല്ലോ, അപ്പോൾ അതൊരു 1-2 ദിവസം അതിനപ്പുറം സാധാരണ ഉണ്ടാകില്ല. പക്ഷേ ഇത് കുറച്ച് സമയത്തേക്ക് ഒരു മന്ത്സുകൾ ഇത് നിൽക്കുന്നതാണ്. വീണ്ടും ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഓഗ്മെൻറ്റ് ചെയ്യാവുന്നത് കുറച്ചും കൂടി നീട്ടി കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അപ്പോൾ പിമ്പിൾസിനെ കുറിച്ച് പറയാൻ ഒരു ബേസിക് എന്താണ് ഐഡിയ, അതിലെന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിലെന്തൊക്കെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പം വളരെ ബുദ്ധിമുട്ടാകുന്ന രീതിയിലുള്ള ആക്നെക്ക് പോലും ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഇങ്ങനെയുള്ളൊരവസ്ഥയിലേക്ക് മാറ്റാൻ നമുക്ക് കഴിയുന്നതാണ്. അപ്പോൾ അതിനുള്ള ഒരു ബേസിക് ഫുഡ് റുട്ടീൻ, ഡയറ്റ് കൺട്രോൾ വഴി അല്ലെങ്കിൽ ഡയറ്റിലുള്ള ചേഞ്ചസ് വഴി, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് വഴി, മറ്റും മിനിമൽ പ്രൊസീജിയേഴ്സ് വഴി നമ്മൾക്ക് ആക്നെ എന്നേക്കുമായി മാറ്റാവുന്നതാണ്. നമ്മുടെ ആ പോയ ആ ഒരു കുഴികൾ, മറ്റ് പാടുകൾ മറ്റു ചില പ്രൊസീജിയേഴ്സ് വഴി നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അത് മറ്റൊരു വീഡിയോയിൽ കോംപ്രഹെൻസീവായിട്ട് ഒറ്റൊരു വീഡിയോ ആയിട്ട് ഞാനിടാം. മുമ്പ് ഇതിനെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എൻ്റെ മറ്റ് വീഡിയോകൾ വഴി കാണാവുന്നതാണ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു.